ഹലോ, ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ചിക്കൻ കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് ആയിട്ടുള്ള സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ബിരിയാണി കട്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം നല്ല കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലില്ലാത്ത കഷ്ണങ്ങൾ കൊണ്ട്, അതായത് ക്യൂബ്സ് ആയിട്ടുള്ള കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ചിക്കൻ രശ്മി കബാബ് ഉണ്ടാക്കിയാലോ. അതിങ്ങനെ നമ്മൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഓക്കെ നമുക്കെങ്കിലും അത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ഓൾറെഡി നമുക്ക് ക്ലീൻ ചെയ്ത് വരുന്ന ചിക്കനാണ്, നമുക്ക് കഴുകി വൃത്തിയാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് രശ്മി കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. രശ്മി കബാബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ കഷ്ണത്തിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള മല്ലിയില, മിൻറ്റ്, അതായത് പുതിനയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണം. ആ പേസ്റ്റ് രൂപത്തിലാക്കിയതിനകത്തിലോട്ട് ഉപ്പ്, ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് തൈര് ചേർക്കേണ്ടവർക്ക്, അല്ലെങ്കിൽ യോഗോട്ട് ചേർക്കാം. ഒരു 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ ഒരു ഏകദേശം 250 ഗ്രാം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒത്തൻറ്റിക് രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്ന. ഒത്തൻറ്റിക് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് വരും. ചിലർ ഈ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്, പാൽപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തൻറ്റിക്ക് താല്പര്യമില്ലാത്തതെന്നല്ല, നമുക്ക് ഇച്ചിരി സ്പൈസി ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി പച്ചമുളകാണ് ചേർക്കുന്നത് എരിവിന്, അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർത്തിട്ട് അതിനകത്ത് ലെമൺ ജ്യൂസ്, കേർഡ് അല്ലെങ്കിൽ യോഗട്ട് 2 സ്പൂൺ, എന്നിട്ട് ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ വെക്കണം. ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. ഇത് നമുക്ക് കബാബായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആ കബാബിൻ്റെ സ്റ്റിക്കിനകത്ത് ഇത് ഓരോന്നെടുത്ത് അതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് നമുക്കിതുപോലൊക്കെ ഒരു പാനിനകത്തോട്ട് ശകലം എണ്ണ മുകളിലോട്ട് ഒഴിച്ചിട്ട്, എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊരു സ്മോക്ക് കൊടുത്തിട്ട് അതിനകത്തൊരു ചെറിയ പാത്രത്തിനകത്തിലോട്ട് നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എണ്ണയും മറ്റേ ആ ഒരു വിറകിൻ്റെ ഒരു കരി പോലത്തെ സാധനമുണ്ടല്ലോ, അതും കൂടെ വെച്ച് ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കബാബിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നല്ല അപ്പാര ടേസ്റ്റാണ്, ഭയങ്കര ജ്യൂസിയാണ്, ഈ പറയുന്ന പോലെയൊക്കെയാണ്, സിൽക്കി ജ്യൂസിയാണ്. പിന്നെ നമ്മൾ സാധാരണ ഈ ചുമന്ന മുളകിട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് മുറിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റാണ് ചിക്കൻ. ആ പീസൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആ മല്ലിയിലയുടെയും പുതിനയുടെയും ലെമണിൻ്റെയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര അപാര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ടതാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട വിഭവമാണ്. കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ.